നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 9-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 26-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ് അത്തം, ശുഭദിനവുമാണ് വെള്ളിയാഴ്ച, ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കു പറഞ്ഞാൽ വളരെ ഭാഗ്യദായകമായ ഒരു ദിവസമാണ്, വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് എന്തു ചെയ്യും, സന്തോഷപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. എന്തിന് നമുക്ക് സന്തോഷപ്രദമായ ദിവസം എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ എണീറ്റ് എണീറ്റ് ഇത് കേൾക്കണമെന്ന് പറയണത്, നമുക്ക് കൊള്ളാവുന്ന ദിവസം നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് സൈലൻ്റായിട്ട് പോകണം. അതായത് നമ്മൾ നല്ല റോഡ് കിട്ടുമ്പം ആക്സിലേറ്റർ കൊടുക്കുകയും ചീത്ത റോഡ് വരുമ്പോൾ ബ്രേക്ക് ചവിട്ടി പോവുകയും ചെയ്യുന്നത് പോലെ അതിനൊരു മുന്നറിയിപ്പ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, സിഗ്നൽ തരുന്നു എന്ന് മാത്രം. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മേടമാസത്തിൽ അത്ത നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യം, വിവാഹം നടക്കും. അതുപോലെ വിവാഹം, മക്കളുടെ വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന രക്ഷകർത്താക്കൾക്കാണ് ഈ ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ ഇടവരും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാവും. നല്ല വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനോ അതുപോലെ വയ്ക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തെയും മാക്സിമം വിനിയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും രാവുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. രാവുകാല സമയം നോക്കി പ്രാധാന്യം കൊടുക്കണം. ഓരോ രാവുകാലത്തിന് പ്രാധാന്യം, ഈ യാത്രയ്ക്ക് നല്ല ദിവസമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പോകണം. രാവുകാല സമയം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:48 രാവുകാലം തുടങ്ങുകയുള്ളൂ. 12 മണി 21 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്ര തുടങ്ങരുത്. അതുപോലെ നമുക്ക് എല്ലാ ദിവസവും, എത്ര നല്ല ദിവസവും ചീത്ത ദിവസവും ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കാൻ പാടില്ലാത്ത 2 സമയമുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 7:41 തൊട്ട് 9:16 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:27 തൊട്ട് 5 മണി 1 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നത്തെ ദിവസം ഏറ്റവും ശോഭനമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 12 മണി 57 മിനിറ്റ് തൊട്ട് 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 45 മിനിറ്റ് വരെ, 48 മിനിറ്റ് ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് കൊള്ളത്തില്ല. അത് കഴിഞ്ഞ് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രധാനമായിട്ട് ചുവപ്പ് മിക്സായിട്ടുള്ളതോ റോസ് കളറോ അതുപോലെ ഉള്ള വസ്ത്രധാരണം ധരിക്കുമ്പോൾ നമ്മളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി വന്ന് കയറുകയും നമ്മൾ പോകുന്ന വേദിയിലെല്ലാം ശോഭിക്കാൻ സാധിക്കുകയും നമുക്ക് ആക്റ്റീവായി മാറാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പരാശക്തിയുടെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.